ബസ് സ്റ്റേഷൻ തന്നെ നോക്കാം. ഞാനിപ്പോ വന്നപ്പം ഒരു മുട്ടായി തന്നു, അതിന്റെ തോലിട നോക്കിയിട്ട് അവിടെ കൂടെ കണ്ടില്ല. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു കൂടെ വാങ്ങിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞു. കാരണം വേസ്റ്റിടാൻ സ്ഥലം കൊടുക്കണ്ടേ? വേസ്റ്റിടാൻ സ്ഥലം കൊടുത്തില്ലെങ്കിൽ ആളുകൾ വഴിയിലിടും. അപ്പൊ കുറച്ചധികം കൂടുതൽ സ്പോൺസർ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു അവിടെ. കാരണം അതായത് ഇടണ്ടേ, എവിടെയാണ് ഇടണ്ടെന്ന് അറിയണ്ടേ? അപ്പൊ അത്തരത്തിൽ KSRTC ബസ്സുകളാണ് ഇപ്പൊ ഈ പോകുന്ന ബസ് നിങ്ങൾ നോക്കാം, നല്ല വൃത്തിയായിട്ടാണ് പോകുന്നത്. കണ്ട, അതിനകത്ത് ചെളിയും ചെള്ളയും പൊടിയൊന്നുമില്ല, നല്ല വൃത്തിയായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ബസ് ക്ലീനിങ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ, പത്തനാപുരത്തുകാരനാണ്, ഗൾഫിൽ പോകാനുള്ള പാസ്പോർട്ടും വിസയും ടിക്കറ്റും എല്ലാം കൂടി ബസ്സിൽ കളഞ്ഞുപോയി. രാത്രി ബസ് തൂക്കുന്ന ഒരു സ്വഭാവം ഇപ്പം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ബസ്സിനകം തൂക്കാൻ ചെന്ന ആളുടെ ഇത് കിട്ടി. ഈ സാധനം ഇയാളെ വിളിച്ചു, ഇയാളുടെ നമ്പർ കണ്ടുപിടിച്ചു, പത്തനാപുരത്താണെന്ന് അറിഞ്ഞു. അവിടെ 2 പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു, അവരവിടെ എത്തി. ഇയാൾ അവിടെ ഇല്ല, വീട്ടിലില്ല. ഇയാളെ ഫോൺ ചെയ്യുമ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ മുമ്പിൽ ചാടുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ട്രെയിനിൽ ചാടാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇയാൾക്ക് ഒരു ഫോൺ വരികയാണ്. ആ ഫോണിൽ പറയുന്നത് നിങ്ങളെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, തിരുവനന്തപുരത്തോട്ടുണ്ട്. ആ ചാടാൻ നിന്ന ട്രെയിനിൽ തന്നെ കയറി അയാൾ തിരുവനന്തപുരത്ത് വന്ന് പാസ്പോർട്ട് വാങ്ങിച്ചോണ്ട് പോയി. അടുത്ത ട്രെയിനിൽ ചാടാൻ നിന്നാണ്, ആ ട്രെയിനിൽ തന്നെ കയറി തിരുവനന്തപുരത്ത് വന്ന് പാസ്പോർട്ട്. അപ്പൊ KSRTC ജീവനക്കാരുടെ വൃത്തിയാക്കുക എന്നുള്ള സംസ്കാരം, അല്ലെങ്കിൽ ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴും 1 മാസം കൂടുമ്പോഴായിരിക്കും തൂക്കാൻ കയറുന്നത്. അപ്പോഴത്തേക്ക് ഇയാൾ കത്തുപോയി, ഇയാൾ ആത്മഹത്യക്കും അയാളെ ഗൾഫിൽ പോകുമ്പോൾ എല്ലാം പോയി. എല്ലാ ദിവസവും രാത്രി തൂക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് കിട്ടി. ബസ് സ്റ്റേഷനിലെ എല്ലാം ബസ്സുകൾ ക്ലീൻ ആക്കുന്നതിന് വേണ്ടി നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വൃത്തിയായി തന്നെ കൊണ്ടുപോകണം, എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കി കൊണ്ടുപോകത്തക്ക രീതിയിലൊരു ടെൻഡർ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ, ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് അഭിമാനത്തോടുകൂടിയാണ്. 22ാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നത്.